പരിശുദ്ധമായ ഖുർആനിന്റെ ആമുഖമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് നമുക്കൊക്കെ അറിയാം. ഉമ്മുൽ കിതാബ്, പരിശുദ്ധമായ ഖുർആനിനെ ഒരു ഗ്രന്ഥമായി, ആ ഗ്രന്ഥത്തിന്റെ ആമുഖമാണ്, മുഖവുരയാണ് സൂറത്തുൽ ഫാത്തിഹ എന്നാണ് നാം ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ നാസ് വരെ പറഞ്ഞു വെക്കുന്ന ആശയങ്ങളുടെ ഒരു രത്ന ചുരുക്കം ഈ സൂറത്തിൽ അള്ളാഹു പരാമർശിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. നമുക്കറിയാം, സൂറത്തുൽ ഫാത്തിഹ നാം ആരംഭിക്കുമ്പോൾ ആദ്യമായി നാം പാരായണം ചെയ്യുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന വാചകമാണ്. അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട്, ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ ഖുർആൻ ഓതാൻ, ഖുർആനിനെ സമീപിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ തേടണം എന്നുള്ളത്. നമുക്കൊക്കെ അതിന്റെ അർത്ഥവും അറിയാം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് നാം കാവലിനെ തേടുന്നു. എന്തിനാണ് അങ്ങനെ ഒരു കാവലിനെ തേടൽ? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കാവൽ തേടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ പറഞ്ഞു വെക്കുന്നത്, പിശാച് മനുഷ്യരാശിയുടെ തുടക്കത്തിൽ എല്ലാവരെയും വഴിപിഴപ്പിക്കുമെന്ന തീരുമാനവുമായി അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു സംവാദം നടത്തുന്നത് നമുക്കൊക്കെ അറിയാം. അന്ന് പിശാച് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. ഈ മനുഷ്യർക്കായി, ഈ ആളുകൾക്കായി അവരുടെ സന്മാർഗത്തിന്റെ വഴിവക്കിൽ ഞാൻ കൃത്യമായി നിലയുറപ്പിക്കും എന്ന് പിശാച് ഒരു തീരുമാനം, ഒരു ശപഥം എടുത്തിട്ടുണ്ട്. ശേഷം പിശാച് തന്നെ പറയുന്നുണ്ട്, ثُمَّ لَآتِيَنَّهُم مِّن بَيْنِ أَيْدِيهِمْ وَمِنْ خَلْفِهِمْ وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ. പിന്നീട് മനുഷ്യന്റെ നാനാ മേഖലകളിൽ അവനെ വഴിപിഴപ്പിക്കാൻ കഴിയുന്ന എല്ലാ അവസരങ്ങളും ഞാൻ കൃത്യമായി ഉപയോഗപ്പെടുത്തുമെന്ന് പിശാച് പറയുന്നുണ്ട്. ആ ഉപയോഗപ്പെടുത്തലിന്റെ ഭാഗമായി വഴിവക്കിൽ, സന്മാർഗത്തിന്റെ പാതയിൽ ഒരു തടസ്സമായി പിശാച് എപ്പോഴും ഉണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം അള്ളാഹുവിനോട് ശരണം തേടുന്നതിലൂടെ ഒരു സത്യവിശ്വാസി അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, റബ്ബേ, നിന്റെ മാർഗത്തിൽ നിന്നും വഴിപിഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, നിന്റെ മാർഗത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഈ പിശാചിൽ നിന്നും നീ എന്നെ കാക്കേണമേ. മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അശ്ശൈത്വാനു കൽബുൻ വാഖിഫുൻ അലാ ബാബില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ഒരു നായയ്ക്ക് സമാനമാണ് പിശാച് എന്നുള്ളത്. സാധാരണ നമ്മളൊക്കെ ഒരു വലിയ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ മാളിക സമാനമായ ഒരു ഭവനത്തിൽ നമ്മൾ കയറാൻ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും, ബിവെയർ ഓഫ് ഡോഗ്സ്, നായയുണ്ട് സൂക്ഷിക്കുക എന്ന്. അങ്ങനെ ഒരു പലക നാം കാണുകയാണെങ്കിൽ നാം ഒക്കെ ചെയ്യാറുള്ളത് ആ വീടിന്റെ ഉടമസ്ഥനോട് അല്ലെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ട അതിന്റെ കാവൽക്കാരനോട് നാം പറയും, ഇവിടെ ഒരാളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇവിടെ നിന്നും ആ ഒരു തടസ്സത്തെ മാറ്റിത്തരണമെന്ന്. ഇതുപോലെ റബ്ബിനോട് നാം ആവശ്യപ്പെടുകയാണ്, റബ്ബേ, നിന്റെ മാർഗത്തിൽ നീയായിട്ട് തന്നെ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള പിശാചാകുന്ന തടസ്സത്തെ നീ തന്നെ മാറ്റിത്തരണം റബ്ബേ എന്ന് ചോദിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹയിലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് ആരംഭിക്കുന്നത്. ഇവിടെ തിന്മയുടെ, മോശത്തിന്റെ, വേണ്ടാധീനത്തിന്റെ മുഴുവൻ മാർഗങ്ങളെയും ഒഴിവാക്കിയിട്ട് മാത്രമേ ഒരു സത്യവിശ്വാസിക്ക് റബ്ബിലേക്ക് അടുക്കാൻ കഴിയുള്ളൂ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. കാരണം അള്ളാഹുവിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കലിമത്തു ത്വയ്യിബ പറഞ്ഞിട്ടുള്ളവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നിടത്ത് ആദ്യം ഒരു റെഫ്യൂട്ടേഷൻ ആണ്, ഒരു നോയാണ്, ഇല്ല എന്നുള്ളത്. ലാ ഇലാഹ,
ഒന്നുമില്ല എന്റെ മനസ്സിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ മേഖലകളിൽ ഒന്നുമില്ല അള്ളാഹു ഒഴികെ. ആദ്യം ഒരു 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 ആഹാരം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാം ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നാം ആദ്യം അതിനെ ഒന്ന് കഴുകും. ഒരു ഗ്ലാസ് എടുത്താൽ അതിനെ ഒന്ന് കഴുകും. ഇതുപോലെ മനുഷ്യൻ റബ്ബുമായി അടുക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നടത്തുന്ന ഒരു ശുദ്ധി കലശമാണ് ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന വാചകത്തിലൂടെ സാധ്യമാകുന്നത്. അതിനുശേഷം ഒരു സത്യവിശ്വാസി രണ്ടാമതായി സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നത്, ഓതുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകമാണ്. നമുക്കൊക്കെ അറിയാം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നാണ് അതിന് നാം സാമാന്യമായി വെച്ചു പോരുന്ന അർത്ഥം. എന്താണ് ഈ തസ്മീയത്തിന്റെ, ബിസ്മി പറയുന്നതിന്റെ ഒരു പ്രസക്തി? പ്രസിദ്ധമായ ഖുർആൻ ഓതുന്നതിന് മുമ്പ് ആ ഖുർആനിന്റെ പ്രവേശിക, അതിന്റെ ആമുഖത്തിലേക്ക് നാം കടക്കുമ്പോൾ ആദ്യം അഊദു പറഞ്ഞു തിന്മയുടെ, പിശാചിനെ, മറ്റു മുഴുവൻ ദുർബോധനകളെയും നാം പടിക്ക് പുറത്ത് നിർത്തി. ഇനി അതിനുശേഷം ഒരു സത്യവിശ്വാസി രണ്ടാമതായി ഓർക്കേണ്ടത് അവന്റെ റബ്ബിനെയാണ്. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. എന്ത് കാര്യമാണെങ്കിലും പരിശുദ്ധമായ ഖുർആനിന്റെ തുടക്കത്തിൽ അള്ളാഹു ഇത് പറയുന്നതിലൂടെ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ അവനൊരു കൃഷിക്കാരനാണെങ്കിൽ അവൻ ആ കൃഷി ചെയ്യുന്നതിന് മുമ്പ് അവൻ ബിസ്മില്ലാഹി എന്ന വാചകം പറയുന്നതിലൂടെ റബ്ബേ നിന്റെ നാമത്തിലാണ് ഞാനിത് ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും, ഈ ഭൂമിയിലുള്ള സൂര്യചന്ദ്രാദികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വസ്തുക്കളും അവന് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇവിടെ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ ഒരു സത്യവിശ്വാസി അള്ളാഹുവിനോട് പറയുകയാണ്, റബ്ബേ ഈ കാണുന്ന സൂര്യൻ പ്രഭ പരത്തുന്നത് നിന്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ കാണുന്ന ചന്ദ്രൻ എന്തെങ്കിലും സഹായങ്ങൾ മനുഷ്യന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. ഞാനൊരു വാഹനം ഓടിക്കാൻ വേണ്ടി എന്റെ ചാവി ഇട്ട് ഞാൻ ആ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ കരതലങ്ങൾക്ക് ആ വാഹനത്തിന്റെ വളയം പിടിക്കാനുള്ള ശേഷി നൽകുന്നതും നീയാണ് റബ്ബേ. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ എനിക്കൊരു ശേഷിയുമില്ല, എനിക്കൊരു കഴിവുമില്ല. ഈ ലോകത്തുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ അഖിലവും നിന്റെ കഴിവിൽ, നിന്റെ ശക്തിയിൽ നീ കീഴ്പ്പെടുത്തി തന്നതുകൊണ്ട് മാത്രമാണ്, നീ അധീനപ്പെടുത്തി തന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ബിസ്മില്ലാഹി ഒരു കീഴ്പ്പെടലാണ്. റബ്ബേ നിന്നെ മാത്രം, നീ നിന്റെ സഹായത്തോടെ നീ പറയുന്നതനുസരിച്ച് മാത്രമേ എനിക്കിതിൽ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. കാരണം ഈ ലോകത്തുള്ള ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിയന്ത്രണവും നിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ആ നിയന്ത്രണത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നതും നീ എനിക്കത് കീഴ്പ്പെടുത്തി തന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും അവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദാര്യം എന്നോണമാണ് അവൻ കീഴ്പ്പെടുത്തി തന്നത്. അതുകൊണ്ട് അതൊരു വിധേയത്വമാണ്. അഹങ്കാരത്തിന്, നമ്മുടെ മനസ്സുകളുടെ ധാർഷ്ട്യത്തിന്, ഒന്ന് രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന് തോന്നുമ്പോ ആ മനസ്സിന്റെ ധാർഷ്ട്യത്തെ അടിച്ചമർത്തിക്കൊണ്ട് അവന്റെ മുഴുവൻ കഴിവുകളെയും അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ ഒരു പ്രത്യേകമായ ഗുണമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലൂടെ പ്രകടമാകുന്നത്. അവിടെയും നാം ആദ്യം ബിസ്മില്ലാഹി എന്ന് പറയാം. അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്ന് പറയുന്നിടത്ത് അള്ളാഹു എന്ത് എന്നൊരു ചോദ്യമുണ്ട്. അള്ളാഹു എന്ന് പറഞ്ഞാൽ സമ്പൂർണതയുടെ, പരിപൂർണതയുടെ, തികവിന്റെ മുഴുവൻ വിശേഷണങ്ങളും സമഞ്ജസമായി പൂർണ്ണമായി സമ്മേളിച്ച ഒരു സത്തയ്ക്ക്, ഒരു എൻറ്റിറ്റിക്ക്, ഒരു എക്സിസ്റ്റൻസിന് ഒരു അസ്തിത്വത്തിന്റെ പേരാണ് അള്ളാഹ് എന്നുള്ളത്. ബിസ്മില്ലാഹി എന്ന് പറയുന്നതിലൂടെ അള്ളാഹുവെ നിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുകയാണ്. എന്നിട്ട് അള്ളാഹു അവന്റെ നാമത്തെ പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ അവന്റെ രണ്ട് വിശേഷണങ്ങൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അർ റഹ്മാനിർ റഹീം. നമുക്കറിയാം, നാം എന്തെങ്കിലും പ്രവർത്തികളൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോ ആദ്യം ബിസ്മി പറയാൻ നാം ശ്രമിക്കാറുണ്ട്. പക്ഷെ ഒരു
പാപിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സ്ഖലിതങ്ങൾ, തെറ്റുകൾ സംഭവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു കാര്യത്തിന് ഉദ്യമിക്കുമ്പോ പെട്ടെന്ന് റബ്ബിനെ ഓർക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുമ്പോൾ അവനൊരു നാണക്കേട്, ഒരു ലജ്ജ തോന്നും. റബ്ബിനോട് ഞാൻ തെറ്റ് ചെയ്തു പോയി, റബ്ബിനോട് ഞാൻ പല അനുസരണക്കേടുകളും കാണിച്ചു, എനിക്ക് എങ്ങനെ ഒരു ബിസ്മി പറഞ്ഞ് റബ്ബിന്റെ നാമം പറഞ്ഞ് തുടങ്ങാൻ കഴിയും എന്നൊരു ചോദ്യം ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകും. അള്ളാഹു പറയുകയാണ് അർ റഹ്മാൻ റഹീം, അങ്ങേയറ്റം കരുണയുള്ള കരുണാനിധിയായ പരമകാരുണികനായ റബ്ബിന്റെ നാമത്തിലാണ് നീ തുടങ്ങുന്നത്. അതുകൊണ്ട് നിനക്കൊരു വിഷമവും വേണ്ട, ഒരു ലജ്ജയും വേണ്ട. റബ്ബ് എല്ലാം പൊറുക്കുന്നവനാണ്, എല്ലാവരോടും കരുണയോടെ വർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ നീ ആരംഭിച്ചു കൊള്ളുക എന്നൊരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ സൂക്തത്തിലൂടെ അള്ളാഹു നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. ഇത് സൂറത്തുൽ ഫാത്തിഹയുടെ ഭാഗമാണോ, അതല്ല ഇത് പൊതുവായി അവതരിച്ചതാണോ, ഓരോ സൂറത്തുകളുടെയും ഭാഗമാണോ, വലിയ ചർച്ചകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ബിസ്മി പറയുന്നതിലൂടെ ഒരു മനുഷ്യൻ അവന്റെ ഒരു സാധാരണമായ പ്രവൃത്തിയെ ഒരു സൽക്കർമ്മമാക്കി മാറ്റുകയാണ്. ബിസ്മി പറഞ്ഞുകൊണ്ട് ഒരിറക്ക് വെള്ളം കുടിക്കുമ്പോ, ബിസ്മി പറഞ്ഞുകൊണ്ട് ഒരു പിടി ആഹാരം കഴിക്കുമ്പോ, ബിസ്മി പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടുമ്പോൾ പോലും അവിടെയും അവൻ അവന്റെ ആ പ്രവൃത്തിയെ ഒരു സൽക്കർമ്മമാക്കി മാറ്റുകയാണ്. ഈ അഊദുവും ബിസ്മിയും പറഞ്ഞതിന് ശേഷം പരിശുദ്ധമായ ഖുർആനിന്റെ ആമുഖം എന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയിലേക്ക് അള്ളാഹു കടക്കുകയാണ്. ബിസ്മി പറഞ്ഞൊരു കാര്യം തുടങ്ങിയാൽ ആ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഖൈർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ബിസ്മി പറഞ്ഞ ഒരാൾ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞു, അടുത്തതായി നമ്മൾ ഓതുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു വട്ടമല്ല, ഒരു സത്യവിശ്വാസി അവന്റെ നമസ്കാരങ്ങളിൽ, അവന്റെ സുന്നത്തായ നമസ്കാരങ്ങളിൽ പല ആവർത്തി ഓതുന്നതാണ് ഈ സൂറത്തുൽ ഫാത്തിഹ. സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അസീം എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ആവർത്തിച്ച് ഓതുന്ന ഒരു മനുഷ്യനെ എപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് അള്ളാഹു ആ സൂറത്തിനെ ഇത്തരം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ 17 തവണയെങ്കിലും ചുരുങ്ങിയത് ആവർത്തിക്കപ്പെടണം എന്നൊരു ഒരു കാർക്കശ്യം അള്ളാഹുവിനുള്ളത്. ഇവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് പരമകാരുണികനും സർവസ്തുതിയും എല്ലാവരെയും പരിപാലിക്കുന്ന അള്ളാഹുവിനാണ് എന്ന് നാം പറഞ്ഞു വെക്കുന്നു. എന്താണ് സർവസ്തുതി? നാം ഒക്കെ എപ്പോഴും പറയും സർവസ്തുതിയും അള്ളാഹുവിനാണ്. എന്താണ് സർവം എന്നതിന്റെ അർത്ഥം? എല്ലാം, ഓൾ. എല്ലാ പ്രകീർത്തനങ്ങളും അള്ളാഹുവിനാണ്. നമുക്കറിയാം, ഉറപ്പായിട്ടും പ്രകീർത്തിക്കേണ്ട എന്തോ ഈ ദുനിയാവിലുണ്ട്. രാവിലെ ഒരാൾ എഴുന്നേൽക്കുമ്പോ സൂര്യൻ പ്രകാശിച്ചു നിൽക്കുന്നു, സസ്യങ്ങൾ ഒരു മന്ദസ്മിതം പൊഴിച്ചു നിൽക്കുന്നു, ചുറ്റുഭാഗത്തുള്ള മുഴുവൻ വസ്തുവകകളും അതിന്റെ കൃത്യമായ രീതിയിൽ തന്നെ അവശേഷിക്കുന്നു. അപ്പോ ആരാ ഇതൊക്കെ ചെയ്തത് എന്നൊരു ചോദ്യമുണ്ട്. ആർക്കോ ഒരു നന്ദി പ്രകാശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നാം ഒരു ഉദാഹരണം പറയാം. ഒരു മരുഭൂമിയിൽ വഴിതെറ്റി ദാഹിച്ച് അവശനായിട്ട് ഒരാൾ കിടന്നുറങ്ങുകയാണ്. ഇനി എനിക്ക് മരണം മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. വലിയ വെയിലും ചൂടും ഒക്കെ അനുഭവിച്ച ആ വ്യക്തി കിടന്നുറങ്ങി. ഇടയ്ക്കൊരു ആരോ വന്ന് വിളിച്ചതുപോലെ ഞെട്ടി എഴുന്നേറ്റപ്പോ തന്റെ മുമ്പിൽ വലിയ സമൃദ്ധമായ ഭക്ഷണങ്ങളും തനിക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു വാഹനവും ഇതൊക്കെ അയാളുടെ മുമ്പിൽ കാണുകയാണെങ്കിൽ അയാൾ പെട്ടെന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അവന്റെ മനസ്സ് പോകുന്നത് ഒരു നന്ദി പറയാൻ, എന്നോട് ഇത് ചെയ്ത വ്യക്തിയോട് നന്ദി പറയാൻ, ഒരു കടപ്പാട് പ്രകാശിപ്പിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലായിരിക്കും. അവൻ പരിസരത്ത് നോക്കും, അവന്റെ ചുറ്റുഭാഗത്ത് അവൻ നോക്കും. ഒരാളെ കാണുകയാണെങ്കിൽ നിങ്ങളാണോ ഇത് ചെയ്തത് എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ അയാളോട് അത്തരത്തിലൊരു വർത്തമാനം പറയും. അള്ളാഹു പറയുന്നു അൽഹംദു. ഇവിടെ സ്തുതി നിലനിൽക്കുന്നുണ്ട്. ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസം മുഴുവൻ ആരോ നിയന്ത്രിക്കുന്നു, ആരുടെയോ കൺട്രോളിലാണ്, അവന്റെ പവറിന്റെ മിന്നലാട്ടമാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അത് സത്യവിശ്വാസിക്കും അറിയാം, നിഷേധിക്കും അറിയാം എന്നല്ല. രാവിലെ കുളിച്ചെഴുന്നേറ്റിരുന്ന് ലൈവ് ഓണാക്കി റബ്ബിനെ തെറി പറയാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന യുക്തിവാദിക്ക് പോലും കൃത്യമായിട്ട് അറിയാം ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്, ഇതിന്റെ പിറകിൽ എന്തോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ കേവല യാദർച്ഛികത എന്ന് വിളിക്കാം, എന്തു തന്നെ വിളിച്ചാലും ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, അതിന്റെ പിറകിൽ ഒരു അതിപരാശക്തി ഉണ്ടെന്ന് തീർച്ചയാണ്.
അവിടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നു, നിങ്ങൾ സംശയിക്കണ്ട, അമാന്തിച്ച് നിൽക്കണ്ട, അൽഹംദുലില്ലാ. നിങ്ങൾ പ്രകീർത്തിക്കാൻ പോകുന്ന എല്ലാ പ്രകീർത്തനങ്ങളും, നിങ്ങൾ പറയുന്ന എല്ലാ സ്തുതിയും നേരത്തെ ബിസ്മിയിൽ പറഞ്ഞ, ബിസ്മില്ലാഹി എന്ന് പറഞ്ഞു തുടങ്ങിയ ആ അള്ളാഹുവിന് തന്നെയാണ്. ലോകത്ത് സ്തുതികൾ 4 രീതിയിലാണ് ഉണ്ടാവുക. 4 രീതിയിൽ സ്തുതികൾ ഉണ്ടാകും. ഒന്നുകിൽ ഒരു മനുഷ്യൻ അവന്റെ രക്ഷിതാവിനെ സ്തുതിക്കും. നമ്മളിപ്പോ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അല്ലെങ്കിൽ മനുഷ്യനെ സ്തുതിക്കും. മനുഷ്യനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ നല്ലൊരു പാട്ട് പാടി അവനെ പറ്റി 4 ആളോട് പറയും, അവൻ നല്ലൊരു പാട്ടുകാരനാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസത്തിൽ അകപ്പെട്ട് കിടക്കുമ്പോ ഒരു ധനസഹായം ചെയ്തു, അവനോടും നമ്മൾ നന്ദി പ്രകാശിപ്പിക്കും. കാരണം അവൻ എനിക്ക് ഉപകാരപ്പെട്ടു. അപ്പൊ മനുഷ്യൻ റബ്ബിനോട് നന്ദി കാണിക്കാറുണ്ട്, മനുഷ്യരോട് തന്നെ നന്ദി കാണിക്കാറുണ്ട്. അതുപോലെ മനുഷ്യരെ പ്രകീർത്തിക്കാറുണ്ട്. മൂന്നാമത്തത് അള്ളാഹു അടിമകളെ പ്രകീർത്തിക്കാറുണ്ട്. അടിമകളെ കുറിച്ച് അള്ളാഹു വാഴ്ത്തി പറയും. പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അള്ളാഹു അയ്യൂബ് നബിയെ പറ്റി പറഞ്ഞെടുത്ത് അള്ളാഹു പറയുന്നു, എത്ര നല്ല അടിമയാണ് അയ്യൂബ് അലൈഹിസ്സലാം. വദ്കുർ അബ്ദന അയ്യൂബ്. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ അയ്യൂബ് നബിയെ ഓർക്കണം. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം വദ്കുർ ഫിൽ കിതാബി മൂസ വദ്കുർ ഫിൽ കിതാബ്. ഇങ്ങനെ ഗ്രന്ഥത്തിലൂടെ അള്ളാഹു പല സ്ഥലങ്ങളിലും പല വ്യക്തികളെ, മഹാമനീഷികളെ അള്ളാഹു ഓർക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു മനുഷ്യരെ പുകഴ്ത്തി പറയാറുണ്ട്. നാലാമത്തത് അസ്നല്ലാഹു അലാ നഫ്സിഹി ഹമിദല്ലാഹു നഫ്സഹു. അള്ളാഹു തന്നെ പരിശുദ്ധമായ ഖുർആനിലൂടെ അവനെ പറ്റി പ്രകീർത്തിച്ചു പറയുന്നുണ്ട്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു. എല്ലാം അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞ അള്ളാഹു അവന്റെ അൽ ഖാലിഖുൽ ബാരിഉ, അവന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ പലയിടങ്ങളിലും പറയുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അൽഹംദുലില്ലാ. ഈ പറഞ്ഞ മുഴുവൻ സ്തുതികളും മനുഷ്യന് ചെയ്യുന്ന സ്തുതിയും മനുഷ്യൻ റബ്ബിന് ചെയ്യുന്ന സ്തുതിയും, റബ്ബ് മനുഷ്യരോട് അവരുടെ കർമ്മങ്ങൾ കണ്ടിട്ട് ചെയ്യുന്ന ചില പ്രകീർത്തനങ്ങളും, റബ്ബിനെ പറ്റി തന്നെ പ്രകീർത്തിക്കുന്നതും, ഈ 4 രൂപമേ ലോകത്തുണ്ടാവാൻ തരമുള്ളൂ. ഈ 4 രൂപവും അൽഹംദുലില്ലാ, എല്ലാം അള്ളാഹുവിനുള്ളതാണ്. അപ്പൊ മുഴുവൻ സ്തുതിയും അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞു. ആ സ്തുതികൾ അള്ളാഹുവിനാണ് എന്ന് പറയുമ്പോൾ, അള്ളാഹു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാധനയ്ക്ക് അർഹതയുള്ളത് എന്നാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന ഒരാളെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നതിന് മുമ്പ് അള്ളാഹ് പറഞ്ഞു വെക്കുന്നതിൽ ഇല്ല എന്നാണ്. ആരാധനയ്ക്ക് അർഹതയുള്ളവൻ, അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഒരു നിഅമത്താണ്. കാരണം ഈ ലോകത്തിനൊരു വ്യവസ്ഥയുണ്ട്. ലോകത്തെ എല്ലാ വസ്തുക്കൾക്കും അല്ലെങ്കിൽ എല്ലാ സംരംഭങ്ങൾക്കും ഒരു കൃത്യമായ വ്യവസ്ഥയുണ്ട്. അള്ളാഹു പറയുന്നു, എന്നെ ആരാധിക്കുന്നതാണ് ഈ ദുനിയാവിന്റെ താളം, എന്നെ വിളിക്കുന്നതാണ് ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യം. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എന്നെ പാടി പുകഴ്ത്തുന്നുണ്ട്. വൃക്ഷങ്ങൾ, അതുപോലെ കല്ലുകൾ, മാമലകൾ, മാമേടുകൾ, ഇത് മുഴുവൻ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും അൽഹംദുലില്ലാ, ആരാധനയ്ക്ക് അർഹനായിട്ടുള്ള എന്നെ പ്രകീർത്തിക്കണമെന്നൊരു കൽപ്പനയും അവിടെ അന്തർലീനമായിട്ടുണ്ട്. എന്നിട്ട് ശേഷം അള്ളാഹു പറയുന്നു, എന്നെ പ്രകീർത്തിക്കാനുള്ള എന്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങളുടെ ജീവിതങ്ങളുമായി ഞാൻ കൃത്യമായി ഇടപെടുന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ പരിപാലിക്കുന്നു എന്നുള്ളതാണ്. റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തെയും പരിപാലിക്കുന്ന, അതിനെ സംരക്ഷിച്ചു പോരുന്ന അള്ളാഹു. നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് അതിനെ വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യന്റെ തുടക്കം വെറുമൊരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യന് അവനൊന്നുമല്ലാതിരുന്ന, ഒരു എക്സിസ്റ്റൻസ് ഇല്ലാതിരുന്ന, ഒരു ശൂന്യത മാത്രമായിരുന്ന ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. പിതാവിന്റെ മുതുകത്തായിരുന്ന, അതിനു മുമ്പ് ഏതോ ഒരു കൃഷിയിടത്തിലായിരുന്ന ഒരു കാലം മനുഷ്യന് കഴിഞ്ഞു കടന്നിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, ആ കാലം മുതൽ, നീയല്ലാതിരുന്ന കാലം മുതൽ നിന്നോടുള്ള എന്റെ ക്രമീകരണം, എന്റെ പരിപാലനം അന്നു മുതൽ തുടങ്ങി. നിന്നെ പിതാവിൽ നിന്നും മാതാവിലേക്ക്, മാതാവിന്റെ ഗർഭാശയത്തിലേക്ക്, അവിടെ മുതൽ കൃത്യമായ പരിപാലനം.
ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما. രക്തക്കട്ടയായി മാംസക്കട്ടയായി ആകാര സവിഷ്ഠതയുള്ള ഒരു മനുഷ്യനായി രൂപാന്തരപ്പെടുമ്പോൾ ഓരോ സമയത്തും ഇരുട്ടറ എന്നറിയപ്പെടുന്ന മൂന്ന് ഇരുട്ടറകൾക്കുള്ളിൽ ഒരു താളപ്പിഴയുമില്ലാതെ, മൂക്കിന്റെ സ്ഥാനം മാറാതെ, കണ്ണിന്റെ സ്ഥാനം മാറാതെ, അവയവങ്ങളുടെ സ്ഥലങ്ങൾ മാറാതെ, സ്ഥാനം തെറ്റാതെ കൃത്യമായി നിന്നെ രൂപപ്പെടുത്തിയെങ്കിൽ റബ്ബിൽ ആലമീൻ. ആ പരിപാലനം നിന്നോട് ചേർത്ത് വെച്ച് നോക്കുമ്പം അവിടെ മുതൽ ആരംഭിച്ചു. പിന്നെ ഈ ദുനിയാവിലേക്ക് നീ പിറന്നു വീണപ്പോ വലിയ വേദനകളും യാതനകളും സഹിച്ച് നിന്റെ ഉമ്മ പ്രസവിച്ചപ്പോ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ചെവിയിൽ നിന്നും ഇറങ്ങി വരുന്ന എറുമ്പിനെ ഒരു മനുഷ്യൻ ഞെരുക്കി കൊല്ലും. കാരണം അവൻ അത്ര പരിക്കേൽപ്പിച്ച, വേദന ഏൽപ്പിച്ച ആ ഒരു ജീവിയെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ളൊരു ഒരു ചിന്തയാണ്. പക്ഷെ ഉമ്മ പ്രസവിച്ചു കഴിയുമ്പോൾ ആ ഉമ്മയ്ക്ക് അള്ളാഹു സ്നേഹം ഇട്ട് കൊടുക്കുകയും അവിടെ അള്ളാഹുവിന്റെ തർബിയത്ത് വീണ്ടും പുനരാരംഭിക്കുകയാണ്. പിന്നെ ഒരു പ്രായമെത്തുമ്പോ പിതാവിന്റെ കൈ പിടിച്ച് ഓരോന്നും പരിചയപ്പെടുത്തി തരാൻ ഉത്സാഹം കാട്ടുന്ന പിതാവ്, ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുന്ന പിതാവ് റബ്ബിൽ ആലമീൻ, നിന്റെ പരിപാലനം തുടരുകയാണ്. പിന്നീട് നിനക്കൊരു തുണയെ ആവശ്യമുണ്ട് എന്ന് അള്ളാഹു കാണുകയും ഒരു ഒരു പരിചയവുമില്ലാത്ത രണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ള രണ്ടുപേരെ അള്ളാഹു ചേർത്ത് വെക്കുകയും അതുവരെ കണ്ടിട്ടില്ലാത്ത അവർക്കിടയിൽ മവദ്ദത്തിനെ, സ്നേഹത്തിനെ, പരിലാളനെ അള്ളാഹു സൃഷ്ടിക്കുകയും അതിനെ തുടർന്ന് അവർക്കും അള്ളാഹു സന്താനത്തെ നൽകുകയും ഇങ്ങനെ ഒരു പ്രൊസീജിയറായി, ഒരു പ്രക്രിയയായി ഇത് തുടർന്നു പോവുകയും ചെയ്യുന്നു. അള്ളാഹു പറയുന്നു, എന്നെ ഞാൻ സ്തുതിക്കണമെന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ റബ്ബിൽ ആലമീൻ, ഞാനാണ് നിങ്ങളെ പരിപാലിക്കുന്നത്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ അതും എന്റെ പരിപാലനത്തിലാണ്. നിങ്ങൾ ചവിട്ടി മെതിച്ച് നടക്കുന്ന ഈ ഭൂമി അതും എന്റെ പരിപാലനത്തിലാണ്. നിങ്ങളുടെ പരിസരങ്ങളിൽ ഹരിതാപമായി നിൽക്കുന്ന സസ്യലതാദികൾ, വൃക്ഷലതാദികൾ, ഇതൊക്കെ എന്റെ പരിപാലനമാണ്. നീ കാണുന്ന എന്നെ നിഷേധിക്കുന്ന ആളുകൾ, അവൻ എന്നെ നിഷേധിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ വലിക്കുന്ന ശ്വാസവും അവൻ കുളിച്ചിറക്കുന്ന വെള്ളവും സുഗമമായി അവന്റെ ആമാശയത്തിലേക്ക് എത്തിക്കുന്നതും അതും ഞാനാണ് റബ്ബിൽ ആലമീൻ. ഇവിടെ പരിശുദ്ധമായ ഖുർആൻ ഈ 3 സൂക്തങ്ങൾ പറഞ്ഞു വെച്ചെടുത്ത് ആദ്യം പിശാചിനെ ഒഴിവാക്കി ഒരു ശുദ്ധി കലശം നടത്തി ഒരു ശുദ്ധി പ്രക്രിയ നടത്തുകയാണ്. അതുകൊണ്ട് ഖുർആനിന്റെ ആദ്യത്തെ സന്ദേശം തിന്മകൾക്കെതിരെയുള്ള പോരാട്ടമാണ്. രണ്ടാമത്, എല്ലാ വസ്തുക്കളിലും ഒരു ഇലാഹി മയം, ഒരു റബ്ബിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത, അത് മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളിലും സന്നിവേശിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അള്ളാഹു ബിസ്മിയിലൂടെ പറഞ്ഞു വെച്ചു. മൂന്നാമതായി, റബ്ബിനെ പ്രകീർത്തിക്കേണ്ടതിന്റെ, അവനെ സ്തുതിക്കേണ്ടതിന്റെ ഓരോ കാര്യങ്ങളിലും. നമുക്കറിയാം, എപ്പോഴാണ് നമ്മൾ അൽഹംദുലില്ലാ പറയുന്നത്? ഒരു കാര്യം, ഒരു പ്രവൃത്തി അതിന്റെ കൃത്യമായ രീതിയിൽ നടക്കുമ്പോൾ അൽഹംദുലില്ലാ റാഹത്തായി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ ബിസ്മി പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യം അത് കൃത്യമായി അത് നടക്കുമ്പോ ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വരുന്നതാണ് അൽഹംദുലില്ലാ. അള്ളാഹു പറയുന്നു, ഒരു പ്രവൃത്തിയുടെ തുടക്കത്തിന് നീ ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ ആ പ്രവൃത്തിയുടെ അവസാനം നീ അറിയാതെ പറഞ്ഞു പോകും അൽഹംദുലില്ലാ, എന്റെ ആ പ്രവൃത്തി വളരെ മംഗളമായി നടന്നു. അതൊരു പക്ഷേ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തകർച്ചയായിരിക്കാം, പക്ഷെ അതിലും അവനൊരു നന്മ കാണുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാത്തിനെയും പരിപാലിക്കുന്ന റബ്ബിനോട് നാം സ്തുതി പറഞ്ഞു വെച്ചു. പിന്നെയും അള്ളാഹു ബിസ്മിയിൽ നാം പറഞ്ഞു വെച്ച റഹ്മത്തിനെ ആവർത്തിക്കുകയാണ്. അർ റഹ്മാൻ റഹീം. പരിപാലനം നടക്കുമ്പോഴും ആരാധന എനിക്കാണെന്ന് ഞാൻ പറയുമ്പോഴും എന്റെ കരുണ എന്ന ഗുണത്തെ നിങ്ങൾ മറന്നു പോകരുത്. എന്റെ കരുണ, എന്റെ അലിവ്, എന്റെ കോപത്തെക്കാൾ മികച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് അർ റഹ്മാൻ റഹീം. അള്ളാഹു വീണ്ടും ഒന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതല്ലാത്ത എന്തോ ഒരു പൊരുള് അവിടെ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് അള്ളാഹു റബ്ബിൽ ആലമീനോട് ചേർത്ത് റഹ്മത്തിനെ പറഞ്ഞപ്പോ ആ റഹ്മത്ത് എല്ലാ തരത്തിലും മനുഷ്യന്റെ തുടക്കം മുതൽ അവസാനം വരെ അവനോട് അക്രമം കാണിക്കുന്ന, അവനോട് അതിക്രമമായി പെരുമാറുന്നവർക്ക് പോലും അവന്റെ കരുണ അവിടെ നിലനിൽക്കുകയാണ്. ഇതിലെ അർ റഹ്മാൻ എന്നുള്ളത് നമുക്കറിയാം. ആ റഹ്മാനിൽ ഈ ലോകത്ത് വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്നവൻ എന്ന് നമ്മൾ സാധാരണ അർത്ഥം പറയാറുണ്ട്. അത് ആ വാക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു പദത്തിന്റെ വിശാലതയാണ്. അറബിയിൽ സാധാരണ പറയും കസ്റത്തുൽ മബാനി തദുല്ലു അലാ കസ്റത്തിൽ മആനി. വാക്കുകൾ വലുതാകുമ്പോൾ ആശയവും അതിനനുസരിച്ച് വലുതാകും. അതുകൊണ്ട്
ആ റഹ്മാനിന് അത്തരം ഒരു വിശാലത കൽപ്പിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പല രീതിയിലുള്ള വിശദീകരണം. വിശാലമായ അനുഗ്രഹം ചെയ്യുന്നത് റഹ്മാനാണെങ്കിൽ പ്രത്യേകമായ അനുഗ്രഹമാണ് റഹീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ വിശ്വസിച്ചവനും വിശ്വസിക്കാത്തവനും ഒരുപോലെ അനുഗ്രഹം ചെയ്യുന്ന റഹ്മാനായ റബ്ബും നാളെ വിശ്വസിച്ചവരോട് പ്രത്യേകമായ അനുഗ്രഹം ചെയ്യുന്ന റഹീമായ റബ്ബും ഉണ്ട് എന്ന ഓർമ്മ ഒരു സത്യവിശ്വാസിക്ക് വേണം. ഇത് നമ്മുടെ നമസ്കാരങ്ങളിൽ നാം കൈകെട്ടി ഫാത്തിഹ ഓതുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ഓർമ്മയായി നിലനിൽക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ കരുണയൊക്കെ പറഞ്ഞ് അള്ളാഹുവിന്റെ ജമാലിയത്തിന്റെ ഭംഗിയുടെ ആ വിശേഷണങ്ങളൊക്കെ പറഞ്ഞു മനുഷ്യനെ ഇങ്ങനെ തരളിതമാക്കി നിർത്തുമ്പോൾ മറുഭാഗത്ത് അള്ളാഹു ഭീഷണിയുടെ സ്വരവും കൂടെ മുഴക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചു പോകരുത് അള്ളാഹ് കരുണയുടെ മാത്രം പ്രതീകമാണ് എന്ന്. അല്ല, നീതിയുടെ കൂടെ പ്രതീകമാണ് റബ്ബ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. അല്ലെങ്കിൽ മലിക് യൗമിദ്ദീൻ, ചില ഖറാത്തുകളിൽ അങ്ങനെയാണ്, മലിക് യൗമിദ്ദീൻ അഥവാ പ്രതിഫല ദിവസത്തിന്റെ അധികാരിയാണ്. മിൽക്കിയത്ത്, ഉടമസ്ഥാവകാശം അത് അള്ളാഹുവിന് മാത്രമാണ്. പക്ഷെ ഈ ദുനിയാവിൽ അള്ളാഹു ചിലതൊക്കെ ചിലർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട് എന്റെ വാഹനം, എന്റെ കുടുംബം, എന്റെ വീട്, ഇതൊക്കെ ചില മനുഷ്യന്റെ പ്രയോഗങ്ങളാണ്. പരമമായി അള്ളാഹുവിന്റെ മിൽക്കിയത്തിൽ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണെങ്കിലും അള്ളാഹു ചില അധികാരങ്ങൾ മനുഷ്യന് വകവെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ പരലോകത്ത് പോകുമ്പോ ഈ അധികാരം മുഴുവൻ അള്ളാഹുവിന് മാത്രമാകും. അതുകൊണ്ടാണ് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഇതൊരു അള്ളാഹുവിന്റെ അധികാര സ്വരമാണ്. അത് പറയാൻ അവൻ അവകാശവുമുണ്ട്. അള്ളാഹ് പറയാണ് എന്റെ കാണുന്നെല്ലാം, ആ ഒരു ബോധ്യം ഉണ്ടാകണം. ഖുൽ അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, നിങ്ങൾ പറയണം നബിയെ, താങ്കൾ പറയുക ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അവനാണ് അധികാരികളുടെ മുഴുവൻ അധികാരി. തുക്തിൽ മുൽക മൻ തശാ, അവൻ ഇഷ്ടമുള്ളവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. നന്മയുള്ളവനും തിന്മയുള്ളവനും മോശക്കാരനും അതുപോലെ നന്നായി ജീവിക്കുന്നവനൊക്കെ അള്ളാഹു അധികാരം കൊടുത്തിട്ടുണ്ട്. ഫിർഔനും അള്ളാഹു അധികാരം കൊടുത്തു, സുലൈമാൻ നബിക്കും അള്ളാഹു അധികാരം കൊടുത്തു. പക്ഷെ റബ്ബാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ ഇബാദത്ത് ചെയ്താൽ സുലൈമാൻ നബിയുടെ അധികാരം അത് വിജയമായി മാറി. പക്ഷേ ഫിർഔൻ തിരിച്ചറിഞ്ഞില്ല, അത് പരാജയമായി മാറി. മാലിക് യൗമിദ്ദീൻ, പരമമായ ഉടമസ്ഥത എന്റേതാണ്. എനിക്ക് കരുണയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അകാരണമായും ആരെയും ശിക്ഷിക്കുകയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നീതികേട് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. നമ്മളിവിടെ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുന്നത് മുതൽ സത്യവിശ്വാസി അള്ളാഹുവിനെ ഓർക്കുന്നു, അവന്റെ കരുണയെപ്പറ്റി പറയുന്നു, അവനെ മാത്രം ആരാധിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇവിടെ ത്യാഗം ചെയ്യുന്ന പരിശ്രമിക്കുന്ന സത്യവിശ്വാസി, മറുഭാഗത്ത് അള്ളാഹുവിനെ ഓർക്കാതെ തിന്മയിലായി മാത്രം കഴിയുന്ന ഒരു സത്യനിഷേധി. ഇവിടെ ഈ രണ്ടുപേരോടും അള്ളാഹുവിന്റെ നീതി നടക്കണം. അതെങ്ങനെ നടക്കും? അള്ളാഹു പറയുന്നു പരലോകമാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. അപ്പോ സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു ഒരു പ്രവേശിക എന്ന നിലയിൽ, ആമുഖം എന്ന നിലയിൽ പറഞ്ഞു വെക്കുന്നത് ഈ സൂറത്ത് അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ഉടനീളം നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിനെ പറ്റിയായിരിക്കും, അവന്റെ ദാത്തിനെ പറ്റിയായിരിക്കും, അവന്റെ ഉന്മയെ പറ്റിയായിരിക്കും, അവന്റെ എക്സിസ്റ്റൻസിനെ പറ്റിയായിരിക്കും, അവൻ ഈ ലോകത്തുണ്ടായേ മതിയാകൂ എന്ന സന്ദേശമായിരിക്കും. ഒപ്പം അവന്റെ വിശേഷണങ്ങൾ, അവന്റെ സൃഷ്ടിപ്പിൽ, അവന്റെ സൃഷ്ടി വൈഭവത്തിൽ, അവന്റെ കരുണകൾ, ഇതൊക്കെ ഈ ഖുർആനിന്റെ പരാമർശമായിരിക്കും. അതിനോടൊപ്പം ഇവിടെ നന്മ ചെയ്യുന്നവർക്ക് ഒരു പരലോകം ആവശ്യമുണ്ട്, ഇവിടെ തിന്മ ചെയ്യുന്നവർക്ക് ഒരു പരലോകം ആവശ്യമുണ്ട്. നമ്മളെയൊക്കെ വല്ലാതെ വിഷമിപ്പിച്ച, നമ്മുടെ മനസ്സിനെ ഉലച്ച ഒരു സംഭവത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസം സാക്ഷിയായി. ഒരു ക്രൂരനായ മകൻ ഒരു കുടുംബത്തിലെ അഞ്ചംഗങ്ങളെ നിർദാക്ഷിണ്യം വകവരുത്തിയ, കൊല ചെയ്ത ഒരു സാഹചര്യത്തിൽ ആ പത്രവാർത്തകൾ കൊണ്ട് നിറഞ്ഞ ചോരപ്പാടുകൾ, ചോരയുടെ മുറിവുണങ്ങാത്ത ആ മുറിവ് മനസ്സുകൾക്കാണ് ഏറ്റിരിക്കുന്നത്. ഇവിടെ മനുഷ്യൻ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ കമന്റുകളിൽ, മറ്റ് സോഷ്യൽ മാധ്യമങ്ങളിൽ, സോഷ്യൽ ഇടങ്ങളിലൊക്കെ എല്ലാവരും പറയുന്ന ഒരു വാചകമുണ്ട്, ഇവനെ ഇഞ്ചിഞ്ചായി കൊല്ലണം, അല്ലെങ്കിൽ അവനോട് ഒരു പ്രതികാര നടപടി, അവൻ ചെയ്ത ക്രൂരതയ്ക്ക് ഒരു പ്രതികാര നടപടി ഉണ്ടാകണമെന്നൊക്കെ. പക്ഷെ കൂടിപ്പോയാൽ ഇത്തരം ഒരു വ്യക്തിക്ക് ഈ ഭൗതികമായ ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന നീതിപീഠങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഒരു ശിക്ഷ എന്നുള്ളത് അത് തൂക്കുകയറായിരിക്കും, അല്ലെങ്കിൽ അവനെ വകവരുത്തുക എന്നതായിരിക്കും. 5 ജീവനുകളെ നിർദാക്ഷിണ്യം കൊന്ന ഒരുത്തന്റെ ഒരു ജീവൻ എടുത്താൽ എങ്ങനെയാണത് നീതിയാവുക? അവിടെയാണ് മാലിക് യൗമിദ്ദീൻ പ്രസക്തമാകുന്നത്. അള്ളാഹു പറയുന്നു അതിനൊരു ദിവസമുണ്ട്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ,
ഓരോരുത്തരും അവൻ ഒറ്റയ്ക്ക് വരുന്നൊരു ദിവസമുണ്ട്. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ. അവൻ ചെയ്ത ഓരോ ചുറ്റിക പ്രയോഗങ്ങളും, അവൻ ചെയ്ത ഓരോ ക്രൂരതകളും, അവന്റെ ഹിംസ്ര ജന്തുക്കളെ നാണിപ്പിക്കും വിധമുള്ള മുഴുവൻ പ്രവർത്തനങ്ങളുടെയും കൃത്യമായ ഒരു രേഖ അതെന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷ അള്ളാഹു നൽകുന്നതാണ്. അതാണ് കുല്ലമാ നضجت ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. മനുഷ്യന് വേദനകൾ, അവന്റെ സംവേദനങ്ങൾ മുഴുവൻ അനുഭവിപ്പിക്കുന്ന ഒരു വസ്തുവാണ് അവന്റെ ത്വക്ക്, അവന്റെ തൊലി എന്നുള്ളത്. അള്ളാഹു പറയുന്നു, ആ ത്വക്കിനെ, ആ തൊലിയെ നാം വീണ്ടും വീണ്ടും പുതുക്കി നൽകി അവന്റെ ശിക്ഷയെ നാം പൂർത്തിയാക്കുന്നതാണ് എന്നാണ്. അഥവാ മനുഷ്യന്റെ നീതി, അവന് നൽകേണ്ട അവന്റെ പ്രതിഫലമാണെങ്കിലും രക്ഷയാണെങ്കിലും ശിക്ഷയാണെങ്കിലും അവന് കിട്ടേണ്ട നീതിയെ കുറിച്ചിട്ടുള്ള ചർച്ചയും ഈ ഖുർആനിൽ ഉടനീളം ഉണ്ടാകും. ഖുർആനിൽ റബ്ബിനെ പറ്റി ഉണ്ടാകും. അതുകൊണ്ട് ഖുർആൻ റബ്ബിന്റെ പേര് പറഞ്ഞേ തുടങ്ങാവൂ. ആ ഖുർആനിൽ അള്ളാഹുവിന്റെ കരുണയുടെ മിന്നലാട്ടങ്ങൾ നിങ്ങൾക്ക് സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ നാസ് വരെ യഥേഷ്ടം അനുഭവിക്കാനുണ്ടാകും. മൂന്നാമതായി നിങ്ങൾക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പരലോകത്തെ ശിക്ഷാരക്ഷാ നടപടികളെ കുറിച്ച് അള്ളാഹു ചെയ്യുന്ന, ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തെ, പാസ്റ്റിനെ അള്ളാഹു കൃത്യമായി അഡ്രസ് ചെയ്യുന്നത് പോലെ, ഈ ലൈവ് റിയാലിറ്റി അള്ളാഹു കൃത്യമായി അഡ്രസ് ചെയ്യുന്നത് പോലെ വരാൻ പോകുന്ന ഫ്യൂച്ചറിനെയും അതിനെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു വെക്കുന്നത് നാളെയുടെ വൃത്താന്തങ്ങൾ, നാളെയുടെ വാർത്തകളെ ഇന്നേ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നാളെ ഇങ്ങനെയൊക്കെ നടക്കും, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് ഇന്നേ ആകണമെന്ന് ഒരു നാളെയുടെ ചിത്രം മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. മാലിക് യൗമിദ്ദീൻ എന്ന 3 വാചകങ്ങളിലൂടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നത് ഈ പരലോകത്തെ പറ്റിയുള്ള ചർച്ചകൾ ഖുർആനിലുടനീളം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ആമുഖത്തിൽ ഞാൻ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞു വെക്കുന്നു. ഇവിടെ ഇതിന്റെ വിശാലമായ ചർച്ചകൾ നിങ്ങൾക്ക് ഖുർആനിലുടനീളം മനസ്സിലാക്കാം. ഇവിടെ ഈ 3 ആയത്തുകൾ കഴിയുന്നതിലൂടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. ഖസംതു സ്വലാത ബൈനി വബൈന അബ്ദി. സൂറത്തുൽ ഫാത്തിഹയെ ഞാൻ എന്റെയും എന്റെ അടിമകളുടെ ഇടയിലും വീതിച്ചിരിക്കുകയാണ്. അവിടെ സ്വലാത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ സൂറത്തുൽ ഫാത്തിഹയാണ്, നമസ്കാരത്തിന്റെ നെടുന്തൂണായ സൂറത്തുൽ ഫാത്തിഹയാണ് ഉദ്ദേശം. ഈ സൂറത്തിനെ ഞാൻ എന്റെയും എന്റെ അടിമകൾക്കിടയിലും വീതിച്ചിരിക്കുകയാണ്, പപ്പാതി അള്ളാഹു വീതിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 3 സൂക്തങ്ങൾ അത് അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്താൻ അള്ളാഹു മാറ്റിവെക്കുമ്പോ അതിന്റെ 4ാമത്തെ സൂക്തം അത് അള്ളാഹു പറയുന്നു, ആ 4ാമത്തെ സൂക്തം ഹാദാ ബൈനി വബൈന അബ്ദി, അത് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള ഒരു ചർച്ചയാണ്. 4ാമത്തെ സൂക്തം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതിലൂടെ നിന്നെ മാത്രം ആരാധിക്കുകയും അതുകൊണ്ട് തന്നെ നിന്നോട് മാത്രം സഹായമർത്ഥിക്കുകയും ചെയ്യുന്നു. മുഴുവൻ കഴിവും നിനക്കുള്ളതാണെങ്കിൽ, മുഴുവൻ സ്തുതിയും നിനക്കുള്ളതാണെങ്കിൽ, എന്നോട് കരുണയോടുകൂടി എന്തെങ്കിലും വർത്തിക്കണമെങ്കിൽ അതും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെങ്കിൽ, നീതിയുടെ പര്യായം അത് നീയാണെങ്കിൽ, എനിക്ക് എന്റെ ജീവിതത്തിൽ നീതി ലഭിക്കണമെങ്കിൽ, എന്റെ പരലോകത്ത് എനിക്ക് നീതി ലഭിക്കണമെങ്കിൽ നിന്നെ മാത്രം ആശ്രയിക്കണമെന്ന് നീ പറഞ്ഞു വെച്ചപ്പോൾ ഇയ്യാക നഅ്ബുദു, ആരാധനയും നിനക്ക് മാത്രമാണ്. ആരാധന എന്ന് പറയുമ്പോ ഏറ്റവും അദമ്യമായ ഒരു കീഴ്പ്പെടൽ അത് അള്ളാഹുവിന് മാത്രമാണ്. അൽ ഖുദൂഉ താം, പൂർണ്ണമായ ഒരു പഞ്ചപുച്ഛമടക്കി നിൽക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് മാത്രമേ ഉള്ളൂ. ഒരു അടിമയോടും അള്ളാഹു അല്ലാത്തൊരു സൃഷ്ടിയോടോ വ്യക്തിയോടോ തല കുനിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് ഇടയുണ്ടാകരുത്. അത്തരമൊരു അവസ്ഥ അവൻ ഉണ്ടാക്കുകയില്ല എന്നാണ്. കാരണം ഇയ്യാക നസ്തഈൻ, അവനോടാണ് നമ്മൾ സഹായം അർത്ഥിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 3 കാര്യങ്ങൾ അള്ളാഹു അവനെ പറ്റി പരിചയപ്പെടുത്താൻ മാറ്റിവെക്കുകയും 4ാമത്തെ കാര്യം അവന്റെയും അവന്റെ അടിമയുടെയും ഇടയിലുള്ള ആ ഒരു പ്രക്രിയയെ അള്ളാഹു പരിചയപ്പെടുത്തുകയും ആരാധനകൾ അഖിലവും അള്ളാഹുവിനാണ്. അതുകൊണ്ട് ആ ഇബാദത്തുകൾ എങ്ങനെയെന്ന് ഈ ഖുർആനിലുണ്ടാകും. എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ നോമ്പ് പിടിക്കണം, എങ്ങനെ സകാത്ത് കൊടുക്കണം, നിന്റെ കർമ്മങ്ങൾ എന്തായിരിക്കണം, നിന്റെ പലിശരഹിതമായ ജീവിതമായിരിക്കണം നിന്റെ കച്ചവട ഇടപാടുകളിൽ നിനക്ക് വേണ്ടത്, കടം മേടിക്കുന്നതിന്റെ, കടം കൊടുക്കുന്നതിന്റെ, ഇരവിനെടുക്കുന്നതിന്റെ, വാടകയ്ക്കെടുക്കുന്നതിന്റെ, അതുപോലെ നിന്റെ വൈവാഹിക ജീവിതം, നിന്റെ കർമ്മ മേഖലകൾ. ഇയ്യാക നഅ്ബുദു, ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് ചുരുക്കി പറയുമ്പോ ഈ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ നാസ് വരെ ഒരാവർത്തി വായിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിഞ്ഞാൽ അവിടെ അവന്റെ ഇബാദത്ത്, അവന്റെ കർമ്മങ്ങൾ, അവന്റെ ജീവിത പ്രക്രിയ എങ്ങനെയായിരിക്കണം എന്ന കൃത്യമായ മാനിഫെസ്റ്റോ ഈ ഖുർആനിന്റെ ബഖറ മുതൽ സൂറത്തുൽ നാസ് വരെ നിങ്ങൾക്ക് കിട്ടും എന്നതാണ് ഇയ്യാക നഅ്ബുദുവിലൂടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. വ ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം സഹായമർത്ഥിക്കണം. അങ്ങനെ സഹായമർത്ഥിച്ച കുറെ ആളുകൾ
കുറെ പ്രവാചകന്മാർ, മഹാമനീഷികൾ, ഈ ഭൂമിയുടെ തൊലിപ്പുറത്തുകൂടെ നന്മ മാത്രം പറഞ്ഞുകൊണ്ട് നടന്ന കുറെ ആളുകൾ, അവരെ പറ്റിയിട്ട് ഞാൻ ഈ ഖുർആനിൽ പറയും. എന്നോട് സഹായം തേടേണ്ടതിന്റെ വിശദമായ വിശദീകരണം നിങ്ങൾക്ക് അവിടെ ലഭിക്കും. വഇയ്യാക നസ്തഈൻ. അതിനുശേഷം അവസാനത്തെ 3 ഭാഗങ്ങളിൽ, 3 സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നത്, ഈ പറയുന്ന 3 കാര്യങ്ങൾ അത് അടിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതുകൊണ്ട് റബ്ബിന്റെ എല്ലാ ഗുണങ്ങളും വിശേഷണങ്ങളും സംക്ഷിപ്തമായി മനസ്സിലാക്കിയ നമ്മൾ അതിനുശേഷം അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ എനിക്ക് സന്മാർഗം തരണം, നീയാണ് എനിക്ക് സന്മാർഗം കാണിക്കേണ്ടത്. അതും പ്രവാചകന്മാരുടെ മാർഗമാണ് സന്മാർഗം. ആ പ്രവാചകന്മാർ ആദം നബി മുതൽ അവസാന പ്രവാചകർ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ ആളുകളെ പറ്റി, മുഴുവൻ പ്രവാചകന്മാരെ പറ്റി അവിടെ ചർച്ചയുണ്ടാകും. സിറാത്തൽ ലദീന അൻഅംത അലൈഹിമിലൂടെ അള്ളാഹു ആ പ്രവാചകന്മാരുടെ സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആരാകരുത് നിങ്ങൾ എന്ന ചർച്ചയും ഈ പരിശുദ്ധമായ ഖുർആന്റേതാണ്. നിങ്ങൾ ആരാകണം, ആരാകരുത്, തിന്മയുടെ മുഴുവൻ ശക്തികളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യക്ഷ വിവിധ പ്രധാനപ്പെട്ട 2 പ്രബല ഭൗതിക മതങ്ങൾ, ക്രിസ്ത്യാനിസത്തെ പറ്റി, ജൂതമതത്തെ പറ്റിയിട്ടുമൊക്കെ ഈ ഖുർആനിൽ ചർച്ചയുണ്ടാകും. അവരുടെ വൈകല്യങ്ങൾ എന്തായിരുന്നു, അവർക്ക് സമാനമായ വൈകല്യങ്ങളുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റണം. തിന്മകൾ പറയരുത്, അത് പ്രചരിപ്പിക്കപ്പെട്ടു പോകുന്നൊക്കെ ചിലർ പറയാറുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ ശൈലി അനുസരിച്ച് അതിന്റെ പ്രവേശികയിൽ, അതിന്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു വെച്ചു, ഇവിടെ തിന്മകളെ കുറിച്ചുള്ള ചർച്ചയുണ്ടാകണം, ആളുകൾക്ക് അതിൽ വിട്ടുനിൽക്കാൻ വേണ്ടി. അതുകൊണ്ട് അതിനെ പറ്റിയിട്ടും ഈ ഖുർആനിൽ സമഗ്രമായ ചർച്ചയുണ്ടാകും. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ എന്ന് പറഞ്ഞ് നാം സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ രത്ന ചുരുക്കത്തിൽ അള്ളാഹുവിനെ പറ്റി ഉള്ള ചർച്ചയും, പരലോകത്തെ പറ്റിയിട്ടുള്ള ചർച്ചയും, പ്രവാചകന്മാരെ പറ്റിയിട്ടുള്ള ചർച്ചയും, വിധിവിലക്കുകളെ പറ്റിയിട്ടുള്ള ചർച്ചയും ഒക്കെ സമഗ്രമായി തുടർന്നുള്ള സൂറത്തുകളിൽ അള്ളാഹു വിശദീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ ആ ആശയങ്ങൾ ഓർത്തുകൊണ്ട് ഒരു ജീവിതം സാധ്യമാകാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒപ്പം ഈ പരിശുദ്ധമായ റമദാൻ അവസാനിക്കുമ്പോഴേക്ക് ഒരു ചുരുങ്ങിയ നിലയിലെങ്കിലും ഓരോ സൂറത്തുകളും നമ്മോട് എന്താണ് പറയുന്നത്, ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ ഞാൻ പലപ്പോഴും ഖത്മുകൾ നടത്താറുണ്ട്, എന്നോട് റബ്ബ് എന്താണ് പറയുന്നതെന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു ശ്രമത്തെ അള്ളാഹു ഏറ്റവും നല്ല നിലയിൽ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു ഈ പങ്കെടുത്ത എല്ലാവർക്കും ഏറ്റവും നല്ല ഖൈറുകൾ, ബറക്കത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.